അതിലും ഏറ്റവും പ്രധാനപ്പെട്ടത് 8 മാസം വരെയാണ് എന്നുള്ളതാണ് അത്ഭുതകരമായ മറ്റൊരു വിവരം. 3 വയസ്സിനുള്ളിൽ കുട്ടി തന്റെ ലോക വിവരം തലച്ചോറിൽ സൂക്ഷിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും. നമ്മള് ഒരു വീടെടുക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം നമ്മൾ ഒരു വീടെടുക്കുന്നതിനെ കുറിച്ച് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിൽ ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കും. നമ്മുടെ തലച്ചോറിൽ അല്ലേ, നമ്മുടെ തലച്ചോറിൽ ഉണ്ടാവും എൻ്റെ വീട് എങ്ങനെയാകണം എന്നുള്ളൊരു ചിന്ത. അത് നമ്മൾ ഒരു എഞ്ചിനീയർക്ക് പറഞ്ഞു കൊടുക്കും. ആ എഞ്ചിനീയർ അതനുസരിച്ച് ഒരു വീടിന്റെ അയാളുടെ സ്പെസിഫിക്കേഷൻ വെച്ചിട്ടൊരു വീട് ഉണ്ടാക്കും. ഇതിന്റെ അടിത്തറ എന്താണ്? നമ്മുടെ തലച്ചോറിലുള്ള വീടിനെ കുറിച്ച് നമ്മുടെ സങ്കല്പമാണ്. ആ സങ്കല്പം നമ്മൾ രൂപപ്പെടുത്തുന്ന തലച്ചോറിൽ. ഈ സങ്കല്പം രൂപപ്പെടുത്തുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? വീടിനെ കുറിച്ച് നമുക്ക്, വീട് എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് നമുക്ക് മുൻപ് ഉള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ കുറെ വീടുകൾ കണ്ടിട്ടുണ്ട്. ആ വീടുകൾ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എൻ്റെ വീട് എങ്ങനെയാകണം എന്ന് അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളൊരു ചിത്രമുണ്ട്. ഈ അനുഭവങ്ങൾ നമുക്ക് ചുറ്റുപാടിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇതേപോലെ കുട്ടി തന്റെ ജീവിതത്തിൽ, കുട്ടിയല്ല വലുതാകുമ്പോഴല്ല മനുഷ്യർ അവരുടെ ജീവിതത്തിൽ അവർ കാണുന്ന കാര്യങ്ങളുമായി എങ്ങനെ പ്രതികരിക്കണമെന്ന് അവരുടെ തലച്ചോറിലുള്ള ഈ അടിസ്ഥാന വിവരം വെച്ചുകൊണ്ടാണ് അവർ കണക്കുകൂട്ടുന്നത്, അളക്കുന്നത്. ഇതാകട്ടെ 3 വയസ്സാകുമ്പോഴേക്ക് പൂർത്തീകരിക്കപ്പെടുകയും ചെയ്തു. കുട്ടിയുടെ ധാർമ്മികതയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായ അളവുകോൽ ഈ തലച്ചോറിന്റെ അവസ്ഥയാണെന്നർത്ഥം. ഈ സമയം നാം അശ്രദ്ധമായി കുഞ്ഞിനെ നീക്കിക്കളയുന്ന സമയമാണ്. കുഞ്ഞിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ പൊതുവെയുള്ളൊരു കണക്കുകൂട്ടൽ ആ സമയത്ത് അതിനൊന്നും തിരിയില്ലല്ലോ എന്നാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞ് നമ്മുടെ മടിയിലുണ്ടായിക്കൊണ്ടാണ് നാം ടെലിവിഷൻ കാണുന്നത്. കുഞ്ഞ് നമ്മുടെ മടിയിലുണ്ടായിക്കൊണ്ടാണ് നാം വൃത്തികേടുകൾ കാണുന്നത്. കുഞ്ഞ് നമ്മുടെ മടിയിലുണ്ടായിക്കൊണ്ടാണ് നാം കലാപങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞ് നമ്മുടെ മടിയിലുണ്ടായിക്കൊണ്ടാണ് നാം അർദ്ധ നഗ്നതകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, പൂർണ്ണ നഗ്നതകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാം കരുതും കുട്ടിക്ക് എന്തറിയാം, ഒരു വിവരമില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ലല്ലോ. പക്ഷേ കുട്ടിയുടെ തലച്ചോറ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് ജീവിതത്തിലുണ്ടാകുന്ന ഓരോ കാര്യങ്ങളിലും കുട്ടിയുടെ പ്രതികരണം ഇതിന്റെ അടിസ്ഥാനത്തിലായിത്തീരുന്നു. ഫലം ഇപ്പോഴുള്ള കുട്ടികൾ ഒരു നാണമില്ല. എന്തേ നാണമില്ലാത്തത്? നാണക്കേട് നിങ്ങളുടെ മടിയിലിരുത്തി കുട്ടിയെ പഠിപ്പിച്ചതാണ്. ഇപ്പോഴുള്ള കുട്ടികൾക്ക് അവര് ഭയങ്കര ദേഷ്യം പിടിക്കുകയും എന്താ അവര് തമ്മിലുള്ള പ്രശ്നം. പണ്ടൊന്നും ഇങ്ങനൊന്നുമില്ല. ഇത് അടിയും കുത്തും പ്രശ്നവും ഇടിയും. കോളേജിൽ പോയാലും സ്കൂളിൽ പോയാലും എല്ലായിടത്തും പ്രശ്നമാണ്. ആ പ്രശ്നം കുട്ടിക്ക് പ്രശ്നപരിഹാരത്തിന് താൻ ആഗ്രഹിക്കുന്നത് നേടിയെടുക്കണമെങ്കിൽ തോക്കെടുക്കണമെന്ന് പഠിച്ചത് നിങ്ങളുടെ മടിയിൽ വെച്ചാണ് കുട്ടി. ഇത് ഉറക്കെ പറയുന്നത് മതരംഗത്തുള്ളവരല്ല. ഇന്ന് അമേരിക്കയിൽ ഈ രംഗത്ത് വലിയ ചില പഠനങ്ങൾ നടക്കുന്നുണ്ട്. അമേരിക്കൻ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ ഫാദർഹുഡിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഫാദർഹുഡ് തിരിച്ചു കൊണ്ടുവരുന്നതിനെ കുറിച്ചാണ് അവരുടെ സംസാരങ്ങൾ മുഴുവനും. ഇപ്പോൾ എന്താ കാരണം? അവിടുത്തെ ഏറ്റവും വലിയ സാമൂഹ്യ പ്രശ്നം
പുതിയ തലമുറ മനോരോഗികളായിക്കൊണ്ടിരിക്കുന്നു, പുതിയ തലമുറ കലാപകാരികളായിക്കൊണ്ടിരിക്കുന്നു, പുതിയ തലമുറ ധാർമ്മിക ബോധമില്ലാത്തവരായിക്കൊണ്ടിരിക്കുന്നു. ഇതൊന്നും അവരുടെ സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം ധാർമ്മിക ബോധം എന്നെല്ലാം പറഞ്ഞാൽ ധാർമ്മിക ബോധമില്ലാത്തവരാകുന്നു എന്ന് അമേരിക്കയിലെ സാമൂഹ്യ ശാസ്ത്രജ്ഞന് പറയണമെങ്കിൽ എങ്ങനെ ആവണം? അവന്റെ ധാർമ്മിക ബോധത്തെക്കുറിച്ചുള്ള അടിസ്ഥാന സങ്കല്പം തന്നെ വേറെയാണ്. ആ സങ്കല്പം അനുസരിച്ച് പോലും മൊറയിൽ ഇല്ലാതായിരിക്കുന്നു എന്ന് വളരെ ശക്തമായി കരഞ്ഞുകൊണ്ടിരിക്കുന്നു അവർ. നമ്മള് മുമ്പെല്ലാം ഇതേപോലെ തന്നെ ഓരോ കാര്യങ്ങളും പറയുമ്പോൾ ഒരു 10 കൊല്ലം മുമ്പ് അമേരിക്കയിൽ നോക്കൂ, ബ്രിട്ടനിൽ നോക്കൂ എന്നായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. ഇന്ന് നമ്മളെ മുറ്റത്തന്നെ എത്തിയിട്ടുണ്ട് എല്ലാ കാര്യവും. ഇന്നോ ഇതേപോലെ തന്നെയാണ് ഇതും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? എന്തിനു വേണ്ടിയാണിത്? അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ ഇന്നലെ പ്രഭാഷണത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി, നമ്മുടെ പുതിയ തലമുറയുടെ തലച്ചോറിനെ ഉപഭോഗവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തയ്യാർ ചെയ്യപ്പെടുന്ന പരസ്യങ്ങളുടെ അടിമകളായി മാറിക്കൊണ്ടിരിക്കുന്നു ലോകത്തിന്റെ പുതിയ തലമുറ. പരസ്യവും പെണ്ണും തമ്മിൽ എന്ത് ബന്ധം? പരസ്യവും പെണ്ണും തമ്മിൽ എന്ത് ബന്ധം എന്നുള്ള ചോദ്യം പോലും ഇന്ന് അപ്രസക്തമാണ്. എല്ലാവർക്കും അറിയുന്നതാണ്, എല്ലാ പരസ്യത്തിലും പെണ്ണുണ്ട്. രാവിലെ ഏത് കാപ്പി കുടിക്കണം എന്ന് തീരുമാനിക്കണമെങ്കിൽ പെണ്ണിന്റെ ശരീരം കണ്ടേ പറ്റൂ. രാത്രി ഏത് തലയണ ഉപയോഗിച്ച് കിടന്നുറങ്ങണം എന്ന് തീരുമാനിക്കണമെങ്കിലും പെണ്ണിന്റെ തടി കണ്ടേ പറ്റൂ. എന്തുകൊണ്ട് ഇതുണ്ടായി? ഇത് പുതിയ ഒരു പ്രതിഭാസമാണ്. 1900-കളിലാണ് പരസ്യത്തിലേക്ക് പെണ്ണുങ്ങൾ കയറി വരുന്നൊരവസ്ഥ ഉണ്ടായത്. 1980-കൾക്ക് ശേഷമാണ് ടെലിവിഷൻ പരസ്യങ്ങള് വ്യാപകമായി സ്ത്രീകളെ ഉപയോഗിക്കാൻ ആരംഭിച്ചത്. 1990-കളായതിനു ശേഷമാണ് ആ രംഗത്തെ എല്ലാ തരത്തിലുമുള്ള മറകൾ നീക്കി പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത്. ഇതിനെല്ലാം ചില കാരണങ്ങളുണ്ട്. അത് നമ്മെ ഉപഭോഗവൽക്കരിക്കുക എന്നത് തന്നെയാണ്. അതെന്താണ്? ലോകത്ത് 2 തരത്തിലുള്ള ചരക്കുകളുണ്ട്. വസ്തുക്കൾ നിർമ്മിക്കുന്ന ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളുണ്ട്. ഒന്ന് നമുക്കാവശ്യമായ സാധനങ്ങളാണ്. എന്താണോ നമുക്കാവശ്യം അത് നീഡ് എന്നാണ് എക്കണോമിക്സിൽ അതിന് പറയുക. യഥാർത്ഥത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ടത് ആവശ്യമായ വസ്തുക്കളാണ്. ആ ആവശ്യമായ വസ്തുക്കൾക്കപ്പുറത്ത് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് നീഡ്സിനപ്പുറത്തേക്ക് വാൺസിലേക്ക് ആളുകൾക്ക് വേണ്ടത് ഉണ്ടാക്കുക എന്നാണ്. എന്താണോ ആളുകൾക്ക് ആവശ്യം അതുണ്ടാക്കുക. ആളുകൾക്ക് ആവശ്യമുള്ളതല്ല, ആളുകൾക്ക് എന്തിനാണോ ആഗ്രഹമുള്ളത്, അത്യാഗ്രഹമുള്ളത് അതുണ്ടാക്കുക. അതിലെന്താ കുഴപ്പമില്ല. പക്ഷേ ആഗ്രഹം ജനിപ്പിക്കുകയാണ്. അവിടെയാണ് കുഴപ്പം കടന്നു വരുന്നത്. ആഗ്രഹം ജനിപ്പിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വസ്തുക്കളിൽ നല്ലൊരു ശതമാനവും മനുഷ്യർക്ക് ഒരർത്ഥത്തിലും ഒരു കാര്യമില്ലാത്ത സാധനങ്ങളാണ്. ആ ഒരു കാര്യവുമില്ലാത്ത സാധനങ്ങളെ കാര്യമുള്ളതായി നമ്മുടെ തലച്ചോറിലേക്ക് അടിച്ച് കയറ്റിയേ പറ്റൂ. അത് കയറ്റണമെങ്കിൽ ചില പ്രത്യേകമായ തന്ത്രങ്ങൾ ഉപയോഗിക്കേണ്ടതുണ്ട്. സാധാരണഗതിയിൽ ഒരു പുതിയ സാധനം വന്നാൽ, ഇപ്പൊ ഫാന്, ഒരു സ്ഥലത്ത്, ഒരു ഫാനും ഇല്ലാത്ത സ്ഥലത്ത് ഫാന് അവിടെ ഒരു കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ ആ ഫാനിന്റെ ഗുണങ്ങൾ, ഫാന് കൊണ്ട് കിട്ടുന്ന ഗുണങ്ങളും കാര്യങ്ങളും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. നമ്മൾ ചിലപ്പോൾ ഫാന് വാങ്ങും, വാങ്ങാതിരിക്കും. ഇതൊരു സിമ്പിൾ മാർക്കറ്റിംഗ്.
എന്നാൽ ഇതൊരു ഫാനിനെ അവിടെ ചാൻസ് ഉള്ളൂ, അല്ലെങ്കിൽ 2 ഫാനിനെ ചാൻസ് ഉള്ളൂ. മൂന്നാമത്തെ ഫാന് വരുമ്പോൾ ആ ഫാന് ബാക്കി 2 ഫാനുകളെക്കാളും നമ്മുടെ മനസ്സിനകത്തേക്ക് അടിച്ചേൽപ്പിക്കപ്പെടേണ്ടതുണ്ട്. അതിനാണ് പെണ്ണ് ഉപയോഗിക്കപ്പെടുന്നത്. അതിനുവേണ്ടി തന്നെ എങ്ങനെ തലച്ചോറിലേക്ക് ഒരു പ്രോഡക്റ്റിനെ, ഒരു ചരക്കിനെ അടിച്ച് കയറ്റാൻ കഴിയുമെന്നത് പഠനവിധേയമാക്കപ്പെടുന്ന ഒരു ശാസ്ത്രശാഖയാണ്. ന്യൂറോ മാർക്കറ്റിംഗ് എന്നാണ് അതിന് പറയാ. ഇവിടെ സംഭവിക്കുന്നത് സ്വാഭാവികമായും കുട്ടികളടക്കമുള്ള ആളുകളാണ് ഇത് കണ്ടുകൊണ്ടേയിരിക്കുന്നത്. ഫലം അവർ തകരുന്നു എന്നതാണ്. ഫലം ഞാൻ പറഞ്ഞതുപോലെ ആ തലച്ചോറിനകത്ത് ഇതാണ് രേഖപ്പെടുത്തപ്പെടുന്നത്. അവിടെ 2 കോലത്തിലുള്ള ഫലങ്ങൾ ഉണ്ടാകുന്നു. ഒന്ന്, കുട്ടി ഉപഭോഗ ജ്വരമുള്ളതായി വളരുന്നു. രണ്ടാമത്തേത്, കുട്ടിയുടെ എല്ലാ തരത്തിലുമുള്ള ധാർമ്മികതകൾ തകരുന്നു. ഇവിടെയാണ് മാതാക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോൾ സ്ഥിതി ചെയ്യുന്നത്. മനുഷ്യനിൽ മാത്രമേ മാതാക്കൾക്ക് മക്കളുടെ കുടുംബത്തിന്റെ സന്ധാരണവുമായി ബന്ധപ്പെട്ട്, അവരുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള ഗമനവുമായി ബന്ധപ്പെട്ട് ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതുള്ളൂ. ബാക്കിയുള്ള സസ്തനികളിലെല്ലാം അവ മുല കുടിക്കുന്ന ജീവികളാണെങ്കിൽ മുല കൊടുത്ത് കഴിയുന്നതോടുകൂടി കുഞ്ഞും മാതാവും തമ്മിലുള്ള ബന്ധം അവസാനിക്കുന്നു, അത് വേർപെടുന്നു. പിന്നീട് കുഞ്ഞു മാതാവ് അങ്ങനത്തെ ബന്ധങ്ങളെ ഇല്ല. എന്നാൽ മനുഷ്യൻ അത് പോരാ, മനുഷ്യ കുഞ്ഞിനത് പോരാ. ശാരീരികമായും മാനസികമായുമുള്ള വളർച്ചക്ക് മാതാവിന്റെ പരിചരണം ഏറ്റവും ചുരുങ്ങിയത് യൗവനാരംഭം വരെ നിർബന്ധമായി ലഭിക്കണം എന്നുള്ളതാണ് ശാസ്ത്രീയമായ കണ്ടെത്തൽ. അഡോളസൻസ് വരെ കിട്ടണം. അതില്ലാതെയാകുമ്പോ, മാതൃപരിചരണം ഈ സമയത്ത് ലഭിക്കാതെയാകുമ്പോ ആ കുഞ്ഞുങ്ങൾ സ്വാഭാവികമായും സാമൂഹ്യ വിരുദ്ധരായിത്തീരുന്നു എന്നതാണ് അമേരിക്കയെ പോലെയുള്ള സ്ഥലങ്ങളിലെ പഠനം വ്യക്തമാക്കുന്നത്. അപ്പോ നമ്മൾ സ്കൂളിൽ പറഞ്ഞയക്കുന്നതിന് മുൻപ് നമ്മുടെ മടിയിലിരുന്നു കൊണ്ട് കുട്ടി പഠിക്കേണ്ട കാര്യമുണ്ട്. ഈ അടുത്ത് ഒരു അമേരിക്കൻ ചൈൽഡ് സൈക്കോളജിസ്റ്റ് വളരെ കൃത്യമായി എഴുതി, നിങ്ങളുടെ കുട്ടിയെ എന്താക്കി തീർക്കണം എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. പക്ഷെ അതുതന്നെ ആയിത്തീരും ഉറപ്പ് തരാൻ കഴിയില്ല. നിങ്ങൾക്ക് ഡോക്ടറാക്കണം തീരുമാനിക്കാം, പക്ഷെ ഡോക്ടറിനാകും എന്ന് ഉറപ്പുണ്ടോ? ഇല്ല, ഒരു ഉറപ്പില്ല. നിങ്ങൾക്ക് എഞ്ചിനീയർ ആകണമെന്ന് തീരുമാനിക്കാം, ആവും എന്നൊരു ഉറപ്പുണ്ടോ? ഇല്ല. എന്നാൽ നിങ്ങളുടെ കുട്ടി എന്തായി തീരുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തരാൻ കഴിയും. നിങ്ങൾ കുട്ടിയെ നിങ്ങളുടെ മടിയിലിരുത്തി സ്ഥിരമായി 2 വയസ്സുവരെ ആക്ഷൻ ത്രില്ലറുകൾ നിങ്ങൾ കാണുന്നുവെങ്കിൽ ആ കുട്ടി ഒരു സാമൂഹ്യ ദ്രോഹിയായിത്തീരും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ലാതെ ഞങ്ങൾ ഉറപ്പു തരാം. നിങ്ങളുടെ കുട്ടിയെ നിങ്ങളുടെ മടിയിലിരുത്തി നിങ്ങൾ 2 വയസ്സുവരെ നിങ്ങൾ അർദ്ധനഗ്ന ഭാഗങ്ങളുള്ള ടെലിവിഷൻ ആണെങ്കിലും ഇന്റർനെറ്റ് ആണെങ്കിലും എല്ലാം കാണാൻ നിങ്ങൾ സന്നദ്ധമാകുമെങ്കിൽ അവൻ ധാർമ്മികമായി പിന്നോക്കക്കാരിൽ നിലനിൽക്കുന്നവനായി തീരും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പു തരാൻ കഴിയും.
വേറെ നിങ്ങൾ എത്ര നല്ല എഡ്യൂക്കേഷൻ ചെറുപ്പത്തിൽ കൊടുത്താലും ചിലപ്പോൾ കുട്ടി എഞ്ചിനീയറോ ഡോക്ടറോ സിവിൽ സർവൻ്റ് ഒന്നും ആയിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഇതായിരിക്കും. സ്കൂളിൽ പോകുന്നതിന് മുൻപുള്ള ഒരു സമയത്തെക്കുറിച്ചാണ് ഈ അനാലിസിസ് നമ്മൾ മനസ്സിലാക്കണം. ഇനി നിങ്ങളെല്ലാവരും, ഞാനടക്കമുള്ളവർ, നമ്മുടെ മക്കളുടെ സ്വഭാവങ്ങൾ ഒന്ന് മനസ്സിലിട്ടൊന്ന് കുത്തി കുലുക്കി നോക്കുക. അവരുടെ പ്രതികരണങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക. അവരുടെ സംസാരങ്ങൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ആരാ പഠിപ്പിച്ചത്? ആരാണിതെല്ലാം തലയിലേക്ക് കയറ്റിയത്? നമ്മളെല്ലാം 5 നേരവും നിസ്കരിക്കാൻ കുട്ടിയെ നിർബന്ധിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. മദ്രസയിൽ കൃത്യമായി കുട്ടി പോയിട്ടില്ലെങ്കിൽ നാമും മദ്രസയിലെ ഉസ്താദുമാരും കുട്ടിയെ ശിക്ഷിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പ്രായങ്ങളിൽ മക്കൾ നമ്മളോടൊപ്പം തന്നെയാണ്. നിങ്ങളുടെ കുട്ടി ഞങ്ങളുടെ കയ്യിൽ ലഭിക്കുന്ന കുറച്ച് പൊടിയാണ്, സാധാരണ മാവ്. ആ മാവിനെ എങ്ങനെ പരത്തണം തീരുമാനിക്കുന്നത് മാവ് കയ്യിലുള്ളയാളാണ്.